Technology for the health and well-being. Unit 1. Health and well-being both are essential elements to increase and maintain an employee performance, productivity, job satisfaction, and engagement within the work environment. So, what is health? Good health is about the mind as well as body feeling physically fit and feeling good about ourselves. നല്ല ആരോഗ്യമെന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഫിറ്റാണ് എന്ന തോന്നലുള്ള അവസ്ഥയാണ്. നമ്മൾ തന്നെ സ്വയം നല്ല അവസ്ഥയിലാണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്ന അവസ്ഥയാണ് നല്ല ആരോഗ്യം. It means that we can go forward and achieve more of the things we want to do in life. അതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് പോട്ടെ, നമുക്കിനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവുക എന്നതാണ് നല്ല ആരോഗ്യമുണ്ട് എന്നതിൻ്റെ അർത്ഥം. സ്റ്റേയിങ് ഇൻ ഗുഡ് ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾ ഓഫ് us. നല്ല ആരോഗ്യത്തിലായിരിക്കുക എന്നത് നമുക്കെല്ലാവർക്കും പ്രധാനം തന്നെയാണ്. ആൻഡ് ക്യാൻ ബിക്കം പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ലേറ്റർ ഇയേഴ്സ്. ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും നമുക്ക് കൂടുതൽ പ്രധാനമായ ഒരു കാര്യം തന്നെയായി ആരോഗ്യം നിലകൊള്ളും. ദ ബെസ്റ്റ് വേ ടു സ്റ്റേ ഹെൽത്തി ഫിസിക്കലി ആൻഡ് മെൻ്റലി, മാനസികമായും ശാരീരികമായും ആരോഗ്യത്തോടെ നിൽക്കാനുള്ള നല്ല വഴിയെന്ന് പറയുന്നത് ഇസ് ബൈ ലേണിംഗ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളെ തന്നെ എങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ആ രീതി പഠിക്കലാണ്, ലേണിംഗ് ആണ്. It is also about knowledge to get help with any health problem that you might have. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായാൽ അതിന് ശരിയായ രീതിയിലുള്ള ഒരു സഹായം എങ്ങനെ കിട്ടണമെന്നുള്ള അറിവ്, എങ്ങനെ സംഘടിപ്പിക്കണമെന്നുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടിയാണ്. സംടൈംസ് വി മേ ഫീൽ ദാറ്റ് വി വിൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ മോട്ടിവേഷൻ. ചിലപ്പോൾ നമുക്ക് അതിനുള്ള മോട്ടിവേഷൻ കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ദ ടൈം ആൻഡ് എനർജി ടു മേക്ക് എ ഫ്യൂ ചേഞ്ചസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ടുള്ള സമയവും ഊർജവും കണ്ടെത്തുക എന്നത് അതും പ്രധാനമാണ്. ഒരു ചോദ്യം ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. ഡിഫൈൻ ദ ടേം ഹെൽത്ത്. ആരോഗ്യം എന്നാൽ എന്ത്? നിർവചിക്കാമോ? മറ്റ് വിശദീകരണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ 3 ഡൊമൈൻസ് ഓഫ് ഹെൽത്ത്. ആരോഗ്യം എന്ന പദപ്രയോഗത്തിന് 3 മണ്ഡലങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതേതൊക്കെയാണ്? ലോകാരോഗ്യ സംഘടന തന്നെ അതിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പഴയ 1948 പറഞ്ഞ നിർവചനം മാറ്റിയിരിക്കുന്നു. അല്ലെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശാരീരികവും മാനസികവും സാമൂഹികവും ആയ സുസ്ഥിതിയാണ്, അല്ലാതെ രോഗമില്ലായ്മയല്ല ആരോഗ്യം എന്ന് പറഞ്ഞിരുന്ന അത് ഡെഫിനിഷൻ കുറച്ചുകൂടി പിന്നീട് പരിഷ്കരിച്ചിരിക്കുന്നു. ഇൻ 1986 ദ WHO ഡിഫൈൻഡ് ഹെൽത്ത് ആസ് എ റിസോഴ്സ് ഫോർ എവരിഡേ ലൈഫ്. നിത്യജീവിതത്തിൽ ആരോഗ്യത്തെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു റിസോഴ്സായിട്ട്, ഒരു പ്രധാനപ്പെട്ട വിഭവമായിട്ട് അതിനെ പരിഗണിച്ചിരിക്കുന്നു. നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് ലിവിങ്. ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, അതിനുള്ളൊരു ടൂളാണെന്ന്. എംഫസൈസിങ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിസോഴ്സസ്. നോക്കൂ, സാമൂഹിക വിഭവങ്ങൾക്കും വ്യക്തിഗത വിഭവങ്ങൾക്കും ഊന്നൽ കൂടുതൽ കൊടുത്തിരിക്കുന്നു. ആസ് വെൽ ആസ് ഫിസിക്കൽ കപ്പാസിറ്റീസ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1986 ഡെഫിനേഷൻ 1986 ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനേഷൻ റീഡിഫൈൻസ് ഹെൽത്ത് ആസ് എ ടൂൾ ഫോർ ഡെയിലി ലൈഫ്. നിത്യജീവിതത്തിലെ യാത്രയിൽ നമുക്ക് ഒരു സഹായ ഉപകരണമായിട്ടാണ് ആരോഗ്യത്തെ കാണുന്നത്. നോട്ട് ആൻ എൻഡ് ഓർ ഗോൾ ഇറ്റ്സെൽഫ്. അത് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അന്തിമമായി നേടേണ്ട ഒന്ന് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, നമ്മളെ സുഗമമായി കൊണ്ടുപോകുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒന്നായിട്ട് ആരോഗ്യത്തെ കണക്കാക്കുന്നു. ഇറ്റ് എംഫസൈസസ് ദാറ്റ് ഹെൽത്ത് ഈസ് എ പോസിറ്റീവ് കോൺസെപ്റ്റ്. ആ ലോകാരോഗ്യ സംഘടനയുടെ 86 നിർവചനം പറയുന്നത് ആരോഗ്യം എന്നത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് എ പേഴ്സൺസ് ഫിസിക്കൽ എബിലിറ്റീസ്, മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിസോഴ്സസ്. ആ ഒരു വ്യക്തിയുടെ ശാരീരികമായ ക്ഷമതകൾ, മാനസികമായ അവസ്ഥ, സാമൂഹികവും വ്യക്തിഗതവുമായ വിഭവങ്ങൾ ഒക്കെയുമായി കണക്റ്റഡായ ഒരു കാര്യമാണ്. റാദർ ദാൻ ജസ്റ്റ് ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. വെറും രോഗമില്ലായ്മ മാത്രമല്ല ആരോഗ്യം. രോഗമില്ലായ്മയാണ് ആരോഗ്യം എന്നുള്ള പഴയ നിർവചനങ്ങളൊക്കെ പൊളിച്ചെഴുതിയിരിക്കുന്നു ഈ പുതിയ ചിന്താഗതി, പുതിയ ഡെഫിനേഷൻ. ദിസ് ബ്രോഡർ വ്യൂ, ഈ വിശാലമായ കാഴ്ചപ്പാട്, സീസ് ഹെൽത്ത് ആസ് എ കപ്പാസിറ്റി ടു കോപ്പ് വിത്ത് ആൻഡ് അഡാപ്റ്റ് ടു വേരിയസ് എൻവയോൺമെൻറ്റ്സ്.
പല സാഹചര്യങ്ങൾക്കും പരിസ്ഥിതിക്കും ഒപ്പം ഒത്തിണങ്ങി പോകാൻ, അഡാപ്റ്റ് ആവുക, ഒത്തിണങ്ങി പോകാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് ഹെൽത്ത് എന്ന് ഈ വിശാലമായ കാഴ്ചപ്പാട് നോക്കിക്കാണുന്നു. ആൻഡ് ടു അച്ചീവ് പേഴ്സണൽ ആസ്പിറേഷൻസ്, വ്യക്തിഗതമായ അഭിലാഷങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം ദിസ് മീൻസ് ദാറ്റ് ഹെൽത്ത് ഈസ് എ റിസോഴ്സ് ടു സപ്പോർട്ട് ആൻ ഇൻഡിവിജ്വൽസ് ഫങ്ഷൻ ഇൻ വൈഡർ സൊസൈറ്റി. വൈഡർ സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നതിൻ്റെ ഒരു റിസോഴ്സായിട്ടാണ് ഇതിനെ കാണുന്നത്, റാദർ ദാൻ ആൻ എൻഡ് ഇറ്റ് സെൽഫ്. ആരോഗ്യം എന്നത് സ്വയമേവ ഒരു അന്തിമ ലക്ഷ്യമല്ല. എ ഹെൽത്ത്ഫുൾ ലൈഫ് സ്റ്റൈൽ പ്രൊവൈഡ്സ് ദ മീൻസ് ടു ലീഡ് എ ഫുൾ ലൈഫ്. ഒരു ആരോഗ്യകരമായ ജീവിതശൈലി നമുക്ക് എന്താണ് നൽകുന്നത്? പ്രൊവൈഡ്സ് ദ മീൻസ് ടു ലീഡ് എ ഫുൾ ലൈഫ്. ഒരു പൂർണ്ണ ജീവിതം ജീവിക്കാനുള്ള ഒരു വഴിയാണ്, വിത്ത് മീനിങ് ആൻഡ് പർപ്പസ്. അതിനൊരു അർത്ഥമുണ്ടാകും, അതിനൊരു ഉദ്ദേശമുണ്ടാകും. ഇൻ 1946 ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1946 ലോകാരോഗ്യ സംഘടനയുടെ ഒരു ചിന്താഗതി അനുസരിച്ച് കെയിം അപ്പ് വിത്ത് എ ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത്. ആ ലോകാരോഗ്യ സംഘടനയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ് ആരോഗ്യം എന്നതിന് ഒരു നിർവചനം. ആസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, പൂർണ്ണമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമമാണ്. ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. വെറും രോഗമില്ലായ്മയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പഴയ നിർവചനമാണ്, 1946 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ള നിർവചനമാണ്. എന്നാൽ ലേറ്റർ ഇൻ 1998 കോൺസ്റ്റിറ്റ്യൂഷൻ, ലോകാരോഗ്യ സംഘടനയുടെ 98 ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു, WHO എഗെയിൻ മോഡിഫൈഡ്, ഇതിനെ വീണ്ടും പരിഷ്കരിച്ചു. ഇറ്റ്സ് എ ഡെഫിനേഷൻ ആൻഡ് റീഡിഫൈൻഡ് ഹെൽത്ത് ആസ് എ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിനെ നമ്മൾ പൂർണ്ണമായും അവിടെ റീഡിഫൈൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കും, നിർണയിച്ചു എന്ന് പറയാൻ സാധിക്കും. അതായത് ആസ് എ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ഒരു എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ന്, അത് പൂർണ്ണമായ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒന്നാണ് എന്നും സാമൂഹ്യമായ ക്ഷേമവും അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും, അല്ലാതെ രോഗമില്ലായ്മ മാത്രമല്ല, നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുകൂടിയൊക്കെ ലോകാരോഗ്യ സംഘടന 1998 ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ എഴുതി മോഡിഫൈ ചെയ്തു. ഇത് നോക്കിയാൽ ചില പോയിന്റ്സ് നമുക്ക് പ്രധാനമാണ്. ഫ്യൂ പോയിന്റ്സ് ഷുഡ് ബി നോട്ടഡ് ഡൗൺ ഫ്രം ദീസ് ഡെഫിനേഷൻസ് ഓഫ് ഹെൽത്ത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ മേൽപ്പറഞ്ഞ എല്ലാ നിർവചനങ്ങളും നോക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്: ഒന്ന്, ഹെൽത്ത് ഈസ് നോട്ട് ഈക്വലൻ്റ് ടു ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ സിംറ്റംസ്. രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒന്ന് മാത്രമല്ല ആരോഗ്യം. ഹെൽത്ത് ഈസ് ഡൈനാമിക് നേച്ചർ. ആരോഗ്യം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങളുള്ള, സ്ഥിരമായിരിക്കുന്നതല്ല, സ്റ്റാറ്റിക് അല്ല. സ്റ്റാറ്റിക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അനക്കമില്ലാതിരിക്കുന്നത്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതമാണ്. നോട്ട് ജസ്റ്റ് യുവർ ഫിസിക്കൽ വെൽബീയിങ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ശാരീരികമായ ക്ഷേമം മാത്രമല്ല, ബട്ട് യുവർ മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്, നിങ്ങളുടെ മാനസികവും സാമൂഹികവും ഒപ്പം തന്നെ സ്പിരിച്വലുമായ, ആത്മീയവുമായ വെൽബീയിങ് ആണ്, ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ തുല്യ പ്രാധാന്യമുള്ളതാണ്. ആൻഡ് അവർ ഹെൽത്ത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 ഡയമെൻഷൻസ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന 4 ഡയമെൻഷൻസിൻ്റെ കോമ്പിനേഷനാണ്: ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം എന്നിങ്ങനെയാണ്. ഇൻ ദ ഡെഫിനേഷൻ ഓഫ് ഹെൽത്ത് ഗിവൺ ബൈ WHO, ലോകാരോഗ്യ സംഘടന നൽകുന്ന ഹെൽത്തിൻ്റെ ഡെഫിനേഷനിൽ നിർവചനത്തിൽ ദ ടേം വെൽബീയിങ് ഹാസ് ബീൻ യൂസ്ഡ്. അവിടെ വെൽബീയിങ് അഥവാ ക്ഷേമം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വെൽബീയിങ് ഈസ് ഓൾസോ നോൺ ആസ് സബ്ജക്റ്റീവ്. ഈ ക്ഷേമം എന്നത് സബ്ജക്റ്റീവ് അല്ലേ? അതെ, ക്ഷേമം, ഒരാൾക്ക് ക്ഷേമം എന്ന് തോന്നുന്ന പല സാധനങ്ങളുടെ ലഭ്യത, കോമ്പിനേഷൻ, അത് മറ്റൊരാൾക്ക് ക്ഷേമമായിരിക്കില്ല. അയാൾക്ക് വേറെ ചില കാര്യങ്ങളായിരിക്കാം അയാളുടെ ക്ഷേമം. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. വ്യക്തിയധിഷ്ഠിതമാണ് ക്ഷേമം എന്നത്, ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. SWB എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് വെൽബീയിങ് എന്നാണ്. ദ കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ് ഈസ് ക്ലോസർ ടു ദ കോൺസെപ്റ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ക്ഷേമം എന്നത് മാനസികാരോഗ്യം, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ജീവിത സംതൃപ്തി ആൻഡ് ഹാപ്പിനെസ്, അതുപോലെ തന്നെ സന്തോഷം, ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. വെൽബീയിങ് ഈസ് എ സബ്ജക്റ്റീവ് ഫീലിംഗ്. പക്ഷേ അപ്പോഴും അതിൻ്റെ പ്രശ്നം ഇതാണ്, ഈ ക്ഷേമം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് തോന്നുന്ന വികാരമാണ്, വിച്ച് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ഓഫ് ദോസ് അഫക്റ്റീവ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് വിച്ച് ആർ ഗെറ്റിംഗ് അഫക്റ്റഡ് ബൈ ഡിസീസ് ആൻഡ് ഇൽനെസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. രോഗം വന്നാൽ, അസുഖം വന്നാൽ നേരിട്ടോ പരോക്ഷമായോ
ഈ പറയുന്ന ശാരീരികമായ സുസ്ഥിതി നഷ്ടപ്പെടും, മാനസികമായ സുസ്ഥിതി നഷ്ടപ്പെടും. അപ്പോൾ അതൊന്നുമില്ലാത്ത അവസ്ഥയാണ് വെൽബീയിങ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ശരി തന്നെ. ഇനി ഓഫൺ പലപ്പോഴും ഇറ്റ് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ഓഫ് ഹാപ്പിനെസ്, സന്തോഷത്തിൻ്റെ ഒരു വിലയിരുത്തലായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. സെൻസ് ഓഫ് കണ്ടൻമെൻറ്റ്, സംതൃപ്തിയുടെ ബോധമാണ് ആരോഗ്യം എന്ന് പറയാറുണ്ട്. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, എനിക്ക് ആരൊക്കെയോ ഉണ്ട്, ഞാൻ ആരൊക്കെയോ ആൾ സ്നേഹിക്കപ്പെടുന്നു എന്ന ചിന്തയാണ്. അച്ചീവ്മെൻറ്റ്, എന്തൊക്കെയോ നേട്ടങ്ങൾ എനിക്ക് നേടാനായി എന്ന ചിന്തയാണ് മനസ്സിൻ്റെ കോൺഫിഡൻസ്. ആൻഡ് ബീയിങ് വിത്തൗട്ട് എനി ഡിസ്ട്രസ് ആൻഡ് കംഫർട്ട്, അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള അലോസരവും അല്ലലും ഇല്ലാതെ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് ആരോഗ്യം. അപ്പോൾ ദ ടേം ഹെൽത്ത് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ഹോൾത്ത്. ഹോൾത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഈ ഹെൽത്ത് എന്ന വാക്കുണ്ടായത്. ദാറ്റ് ഈസ് ആൻ ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ദാറ്റ് ഡിനോട്ട്സ് ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ബീയിങ് ഹോൾ ഓർ സൗണ്ട്. അതായത് പൂർണ്ണതയോടെ, സമഗ്രതയോടെ, എല്ലാ അർത്ഥത്തിലും തികഞ്ഞ അവസ്ഥയിലായിരിക്കുക, ആരോഗ്യത്തോടിരിക്കുക എന്ന അർത്ഥമുള്ള വാക്കാണ് ഹോൾത്ത് എന്ന പഴയ ഇംഗ്ലീഷ് വാക്ക്. അതിൽ നിന്നാണ് ഇന്ന് നമ്മൾ പറയുന്ന ഹെൽത്ത് എന്ന വാക്കുണ്ടായത്. പിണ്ടാർ in 5th century BC defined health as a harmonious functioning of the organs. ശാരീരിക അവയവങ്ങളുടെ സമാനതാളത്തോടു കൂടിയുള്ള, സമന്വയത്തോടു കൂടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്ന്. ദിസ് ഡെഫിനേഷൻ മെയിൻലി ഫോക്കസ്ഡ് ഓൺ ദ ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്. പക്ഷേ പ്രശ്നം ഇതാണ്, ഈ നിർവചനം ശരീരത്തിൻ്റെ ഭൗതിക വശത്തെ മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഫിസിക്കൽ ഓർഗൻസ് ആസ് വെൽ ആസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പെയിൻ. അതായത് ഫിസിക്കൽ ഓർഗൻസ് നന്നായി ഫങ്ഷൻ ചെയ്യുന്നു, ഒപ്പം തന്നെ വേദനയൊന്നും ഇല്ലാത്ത അവസ്ഥ, ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് കംഫർട്ട്, അതുപോലെ തന്നെ സുഖം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു എന്നർത്ഥം. ഇനി ഹിപ്പോക്രാറ്റസിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഹിപ്പോക്രാറ്റസ് ഡിസ്ക്രൈബ്ഡ് ഹെൽത്ത് ഇൻ റിലേഷൻ ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഏതൊരു വ്യക്തിയുടെയും ജീവിതശൈലിയുമായി ബന്ധമുണ്ട് ആരോഗ്യത്തിന് എന്ന് ഹിപ്പോക്രാറ്റസ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, എയർ ക്വാളിറ്റി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് ആസ് വെൽ. അതുപോലെ തന്നെ ഈ ആരോഗ്യം എന്ന് പറയുന്ന ഈ കാര്യത്തിന് പരിസ്ഥിതി ഘടകങ്ങളുമായി ബന്ധമുണ്ട്. ചിലപ്പോൾ ആ കാലാവസ്ഥ, പരിസ്ഥിതി ഘടകങ്ങൾ, എയർ ക്വാളിറ്റി, വായുവിൻ്റെ ശുദ്ധത, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ജീവിതശൈലി ശീലങ്ങൾ, ക്വാളിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഗുണമേന്മ, കഴിക്കുന്ന ഭക്ഷണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ആരോഗ്യത്തിന് ബന്ധമുണ്ടെന്ന് ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. ദ ടേം പോസിറ്റീവ് ഹെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹിം. അങ്ങനെ ഹിപ്പോക്രാറ്റസ് ആണ് പോസിറ്റീവ് ഹെൽത്ത് എന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഫോക്കസസ് ഓൺ ഡയറ്റ് ആസ് വെൽ ആസ് എക്സസൈസ്. അത് നമ്മുടെ ഭക്ഷണക്രമത്തെയും വ്യായാമത്തെയും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് ഹെൽത്ത്. Health has also been described in terms of a person's ability to adjust to the environmental influences. പരിസ്ഥിതിയുടെ സ്വാധീനങ്ങളാൽ പൊരുത്തപ്പെടുകയോ അതിനോട് ഒത്തിണങ്ങിപ്പോകാനോ കഴിയുന്ന വ്യക്തിയുടെ ക്ഷമത കൂടിയാണ് ആരോഗ്യം എന്നും പറയാം. ദസ് അങ്ങനെ നോക്കുമ്പോൾ ഇഫ് ഹി ഓർ ഷീ ഈസ് നോട്ട് ഏബിൾ ടു അഡാപ്റ്റ് ദെൻ ഒരു വ്യക്തിക്ക്, അവന് അല്ലെങ്കിൽ അവൾക്ക്, ഒരാണാവട്ടെ പെണ്ണാവട്ടെ, സാഹചര്യത്തിനോട് ഇണങ്ങിപ്പോകാൻ, പരിസ്ഥിതിയുടെ മാറ്റങ്ങളോട് ഇണങ്ങിപ്പോകാൻ കഴിയുന്നില്ലെങ്കിൽ ഹി ഓർ ഷീ മേ എക്സ്പീരിയൻസ് സം ഇൽനെസ്, എന്തെങ്കിലും അസുഖം അവർക്ക് പിടിപെടുന്നുണ്ടെങ്കിൽ, ഓർ ഡെവലപ്പ് എ ഡിസീസ്, ഒരു രോഗം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോഗ്യമില്ലായ്മയാണെന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ മോഡേൺ ഡെഫിനേഷൻസ് ഓഫ് ഡിഫൈൻ ഹെൽത്ത് ആസ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ്. വെറും രോഗമില്ലായ്മയല്ല ആരോഗ്യം എന്നാണ് ബഹുഭൂരിപക്ഷം ആധുനിക നിർവചനങ്ങളും പറയുന്നത്. ബട്ട് ആൻ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഫോർ റിയലൈസേഷൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് സെൽഫ്, അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം, അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻക്രീസ്ഡ് കപ്പാസിറ്റിയാണെന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ആസ് എ സ്റ്റേറ്റ് in which an individual is able to adequately function at physical, mental, social as well as spiritual level. ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മിക തലത്തിലും നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നു. ആൻഡ് ഈസ് ഏബിൾ ടു എക്സ്പ്രസ് ഹിസ് ഓർ ഹെർ പൊട്ടൻഷ്യൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അയാളായിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് അയാളുടെ കഴിവുകളെ വിശദമാക്കാനായിട്ട് അയാൾക്ക് കഴിയുന്നു. വിത്തിൻ വിച്ച് ഹി ഓർ ഷീ എക്സിസ്റ്റ്, അയാൾ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിനുള്ളിൽ നിന്നുകൊണ്ട്. അതർ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ദ ഹെൽത്ത് ആർ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വേറെ ചില പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങൾ ഇതൊക്കെയാണ്. ഇൽനസ്, അസുഖം, ഡിസീസ്, രോഗം, ആൻഡ് സിക്നസ്, അതുപോലെ തന്നെ വയ്യായ്മ. ഇതൊക്കെ എന്താണ്? ഓഫൺ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി. ഈ മൂന്ന് വാക്കുകളും, ഇൽനസും ഡിസീസും സിക്നസും, ഇൻ്റർചേഞ്ചബിളി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്.
These three terms are used to describe the ill health of the person. വ്യക്തിയുടെ അനാരോഗ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ 3 വാക്കുകൾ. However, in the scientific community, എന്നാൽ ശാസ്ത്രീയ സമൂഹത്തിൽ these terms are used to explain different connotations of ill health. ആരോഗ്യ പരിപാലനത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കൊണോട്ടേഷൻസ് ആണ്, അർത്ഥസൂചനകളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് എന്നർത്ഥം. We have a look at the basic definition of these terms. ഈ വാക്കുകളെക്കുറിച്ചൊക്കെ ഉള്ള അടിസ്ഥാനപരമായ നിർവചനം നമുക്ക് നോക്കാം. The term is used by the doctors or physicians to describe the pathological symptoms. രോഗാണുകാരണമായ കാര്യങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് സിംറ്റംസും കോസസുമാണ് എക്സെട്ര, ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത്, അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ ജീവശാസ്ത്രപരമായ വശങ്ങൾ, ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഹിസ് ഓർ ഹെർ പേഷ്യൻസ്, അതായത് ആ ഡോക്ടറുടെ കീഴിൽ ചികിത്സ തേടുന്ന രോഗികളുടെ അവസ്ഥ, അതും ഒക്കെ നോക്കിയിട്ട് വേണം അയാൾ ഡിസീസ് മുക്തനായ ആളാണോ എന്ന് തീരുമാനിക്കാൻ. ഇനി ഇൽനെസ് ആണ് രണ്ടാമത്തെ കാര്യം. ഇറ്റ് റെഫേഴ്സ് ടു ദ ജനറൽ ടേം ദാറ്റ് പീപ്പിൾ യൂസ് ടു ഡിസ്ക്രൈബ് ദർ പെർസീവ്ഡ് ഡിറ്റീരിയറേറ്റഡ് ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് മേ ഓർ മേ നോട്ട് ഹാവ് ബീൻ യെറ്റ് ഡയഗ്നോസ്ഡ് ബൈ എ ഡോക്ടർ. ഇനിയും രോഗം കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഡോക്ടർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രോഗം കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗത്താൽ അല്ലെങ്കിൽ എന്തോ കാരണത്താൽ അയാളുടെ ആരോഗ്യാവസ്ഥ ഇടിഞ്ഞു താന്നിരിക്കുന്നു എന്ന് പറയുക, അതാണ് ഇൽനെസ് എന്ന് പറയുക. ദസ് അങ്ങനെ ദിസ് ടേം റെപ്രസെൻറ്റ്സ് എ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഫോർ ദ പേഴ്സൺസ് ഇൽ ഹെൽത്ത്. ഒരു വ്യക്തിയുടെ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. സിക്നെസ് എന്താണ്? ഇറ്റ് ഈസ് ദ സോഷ്യൽ റോൾ ആൻഡ് പെർസെപ്ഷൻ റിലേറ്റഡ് ടു ഇൽനെസ് സച്ച് ആസ് ടേക്കിംഗ് റെസ്റ്റ് എടുക്കുക, ഡേ ഓഫ് ഫ്രം വർക്കിൽ നിന്ന് ഡേ ഓഫ് എടുക്കുക, സ്റ്റിഗ്മ എക്സെട്ര. അതുപോലെ തന്നെ വർക്കിൽ നിന്ന് മാത്രമല്ല, വർക്കുമായി ബന്ധപ്പെട്ട മറ്റ് ലജ്ജ, നാണക്കേട്, അതിൽ നിന്നൊക്കെ ഒഴിവാകുക. ഇതൊക്കെയാണ് സിക്നെസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ക്യാൻ ബി ഡിസ്ട്രക്റ്റീവ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് 3 domains ആസ് പ്രൊപ്പോസ്ഡ് ബൈ ദലാൽ ആൻഡ് മിശ്ര. ദലാൽ, മിശ്ര എന്നിവർ പറഞ്ഞതനുസരിച്ച് ആരോഗ്യത്തെ 3 തലങ്ങളിൽ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. ഒന്ന്, ദേ സജസ്റ്റഡ് ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ബ്രോഡ്ലി കംപ്രൈസ്ഡ് ഓഫ് 3 domains, നെയിംലി റീസ്റ്റോറേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഹെൽത്ത്. പ്രധാനമായും പുതുക്കി നിശ്ചയിക്കൽ ശരീരത്തെ, ദെൻ രണ്ടാമതായിട്ട് മെയിൻ്റനൻസ് ആണ്, മൂന്നാമതായിട്ട് അതിൻ്റെ ഗ്രോത്ത് ആണ്. ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഡൊമെയിൻ, ഒന്നാമത്തെ ഡൊമെയിൻ എന്താണ്? റീസ്റ്റോറേഷൻ ഈസ് ടു ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ഇൻ റിക്കവറിങ് ഹിസ് ഹെൽത്ത് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഇൽനെസ്. അസുഖം വന്നാൽ അസുഖത്തിൽ നിന്ന് റിക്കവർ ആവുക, അതാണ് റീസ്റ്റോറേഷൻ എന്ന വാക്ക്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം നിലനിർത്തുന്ന ആൾക്കാരെ സഹായിക്കുക, ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം ഡിസീസസ്, രോഗങ്ങളിൽ നിന്ന് ആൾക്കാരെ സംരക്ഷിക്കുക. മൂന്നാമത്തേത് ലാസ്റ്റ് ഡൊമെയിൻ, ഗ്രോത്ത്. ഷീ സീസ് ഹെൽത്ത് നോട്ട് ജസ്റ്റ് ഇൻ ദ ഫിസിക്കൽ ടേംസ്, ഹെൽത്ത് എന്നുള്ളത് ഫിസിക്കൽ ടേംസിൽ മാത്രമല്ല, പിന്നെയോ ബട്ട് ഇറ്റ് കൺസിഡേഴ്സ് സോഷ്യൽ ഫാക്ടേഴ്സ്, അത് സാമൂഹിക ഘടകങ്ങളെയും പരിഗണിക്കുന്നു. ആൻഡ് സ്പിരിച്വാലിറ്റി ആസ് ഇറ്റ്സ് പാർട്സ് ആസ് വെൽ, ആത്മീയത അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് കണക്കാക്കുന്നു എന്നർത്ഥം.